ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി നടന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ പനമരം ടൗണിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അറിയില്ല, ഇന്ന് നല്ലൊരു മഴയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഭീതി ശരിക്കും ഒരു ഫീൽ ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റും നമുക്ക് നമ്മൾ മുണ്ടക്കൈയോട് അടുക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ക്ലൈമറ്റും ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കര ഒരു പേടി പിടിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇവിടെ വയനാട്ടിലിപ്പോൾ ഏറ്റവും നല്ലത് കാണാൻ ഭംഗിയുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു നിങ്ങളോടുകൂടെ അല്ലാതെ നമുക്ക് ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ഭയങ്കര ബുദ്ധിമുട്ടിൽ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 9 മാസം കഴിഞ്ഞ ഒരു സംഭവം നടന്നിട്ട് എന്നിട്ട് ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മളവിടെ പോകുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ പോകാതെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാമ്പത്തികമായും അല്ലാതെയും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാണ് ഇത്ര നാൾ കാത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നല്ല അടിപൊളി ഈ ടൂറിസ്റ്റ് മേഖലയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പച്ചപിടിച്ച് വരുന്നൊരു സംഭവമായിരുന്നു. നമ്മുടെ 900 കണ്ടൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സൂചിപ്പാറ 900 കണ്ടി. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഇതുവരെ പോയില്ലെങ്കിൽ ഒരു തവണ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം കാണാം. നമ്മൾ ടൗണിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു കവാടം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തകർന്നു പോകും. ഇതാണ് നമ്മുടെ സ്കൂള്. ഈ സ്കൂളിങ്ങനെ അവിടെ കുറച്ച് ഒന്നിൽ കൂടുതൽ ബിൽഡിങ്ങുകളുള്ളതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം കുറേ ആവാതെ. ഇപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു പാലത്തിന് ഇപ്പുറത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ടൗൺഷിപ്പിൽ മുഖ്യമന്ത്രി തറക്കല്ലിട്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറത്തുള്ള താമസിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള അവരുടെ ബന്ധുക്കാരൊക്കെ മാത്രമേ അപ്പുറത്തേക്ക് പോകുന്നു. ഈ തരത്തിലുള്ളൊരു പാറക്കല്ലുകളാണ് സംഭവത്തിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നത്. ഇതിപ്പോൾ ഏറ്റവും താഴെയാണ്, ഏറ്റവും അടിഭാഗത്ത് നിൽക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ മേലത്തേക്കാണ് ഈ ദുരന്തം സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അകത്തേക്ക് പ്രവേശനമില്ലാന്ന്. ഒറ്റൊന്നുകൊണ്ടല്ല, ഈ കുറച്ച് ആൾക്കാർ വന്ന ഉള്ളിൽ സാധനങ്ങൾ എടുക്കുക, അടിച്ച് മറ്റും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ ഇതൊക്കെ തകർന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ദേഹത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. ഇതൊക്കെയാണ് ഓരോ വീടിൻ്റെ അവസ്ഥ. നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ പകുതിയോളം മണ്ണും മരങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള കണ്ണലിയിക്കുന്ന കാഴ്ചകളായിരിക്കും അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കുന്നു. പണി തീരാത്ത വീടുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷത്തെ സമ്പാദ്യം മുഴുവനും ചിലവഴിച്ചിട്ട് ഒരു രാത്രി കിടന്നുറങ്ങി നേരം വിളിക്കുമ്പോൾ ആയ അവസ്ഥയാണ്. വീടുകളിലൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയ ചങ്ക് പൊട്ടുന്ന കാഴ്ചകളാണ്. മണ്ണും മരങ്ങളും കച്ചറകളൊക്കെ ആയി വീടിൻ്റെ ഒരു പകുതിയോളം ചിലത് വീടുകളൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് മണ്ണിൻ്റെ അടിയിലുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ. ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. പൊട്ടിക്കരഞ്ഞു പോകുമ്പോൾ തോന്നുന്നൊരു സംഭവമാണ്.
ഇതാണ് നമ്മുടെ പുഴ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ആ ദുരന്തം കഴിഞ്ഞിട്ടുള്ള ഒഴുകി വന്നത്. ഇത് നേരെ പോയി ചാടുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇത് നല്ല ഒരുപാട് ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ഒരു പുഴയാണ്. മുപ്പത് വർഷമൊക്കെ ഗൾഫിൽ പോയി പണിയെടുത്തതിന് ശേഷം സമ്പാദ്യം മുഴുവനും നാട്ടിലേക്ക് ചിലവഴിച്ച് പുതിയ കടകളും ബിൽഡിങ്ങൊക്കെ എടുത്ത് ഒരാളെ പറഞ്ഞു 2 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ആളുടെ സമ്പാദ്യം മുഴുവൻ ഇതിലേക്ക് പോയി. ഇത്രയും കാലം പണിയെടുത്തതൊക്കെ വെറുതെയായി. നമ്മളൊരുപാട് സമ്പാദിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥലങ്ങളൊക്കെ പോയി കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ശൈലി മാറ്റാൻ പറ്റും. നിങ്ങളിപ്പം വരുവാണെങ്കിൽ ഇവിടുന്നൊരു ടൗൺ കാണാം. ഇവിടുന്നൊരു ചായ ഒക്കെ കുടിക്കാം. അവരെ സപ്പോർട്ട് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ടൗണൊക്കെ ഇല്ലാതെയാവും. എല്ലാം പൊളിച്ച് നിൽക്കുന്നൊരു ഇതിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ പൊളിയാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ്. ഫുള്ളും മലകളാണ്. ശരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനുള്ളൊരു പേടിയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അത്തരത്തിലാണ് അവിടെയുള്ള മലകൾ, ഒരുപാട് മലകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഇതിനു മുമ്പ് നമ്മുടെ ഒരു ദുരന്തം സംഭവിക്കുകയും 11 പേര് മരിക്കുകയൊക്കെ ചെയ്തതാണ്. അവിടെ ചില വീടുകളൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലൊക്കെ ആൾക്കാർ മണ്ണിൻ്റെ അടിയിലുണ്ട്. ഒരു 2 വീടും താഴെയാണ്. പ്രകൃതി നല്ല കാഴ്ചകളിലൂടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടെ Bakit mo natin ito?